സജി ചെറിയാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ നടത്തിയ പ്രസ്താവന LDFിൻ്റെ എത്ര സീറ്റ് ലഭിക്കുമെന്നതിനെക്കുറിച്ച് അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ജി സുധാകരനെ ആക്രമിക്കുകയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും AICC സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനുമാണ് അദ്ദേഹം പോളിംഗ് ഡേയുടെ തൊട്ടടുത്ത ദിവസം പ്രയോജനപ്പെടുത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൃത്യമായൊരു സന്ദേശം നൽകുന്നുണ്ട്. ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലും ചെങ്ങന്നൂരും, അമ്പലപ്പുഴയിൽ LDF പരാജയം ഉറപ്പിച്ചു എന്നതിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ ചെങ്ങന്നൂരിലും പരാജയം ഉറപ്പിച്ചു എന്നതിൻ്റെ സൂചനയാണ് ശ്രീ സജി ചെറിയാനും സലാമും ജി സുധാകരനെയും KC വേണുഗോപാലിനെയും വ്യക്തിപരമായി ആക്രമിക്കുന്നത്. KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദൗത്യമാണ് നിറവേറ്റിയത്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിലും കേരളത്തിലെ ഇലക്ഷന് AICCയുടെ ഭാഗത്തു നിന്നും നേതൃത്വം കൊടുത്ത ആൾ എന്ന നിലയിലും ശ്രീ ജി സുധാകരനെ പോലൊരു നേതാവിനെ അപമാനിച്ച് CPIM അകറ്റി നിർത്തുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ അഭയം കൊടുക്കുക എന്നത് ശ്രീ KC വേണുഗോപാലിൻ്റെ കടമയാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുക എന്നുള്ള കാര്യം മുൻകാലങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ശ്രീ KR ഗൗരിയമ്മയും ശ്രീമതി KR ഗൗരിയമ്മയും MV രാഘവനും ഒക്കെ തന്നെ CPMൻ്റെ ഇത്തരം പ്രഹരമേറ്റ് പുറത്തു നിന്ന സമയത്ത് അവരെ രാഷ്ട്രീയമായി പിന്തുണച്ചത് UDF ആണ്, അത് UDF നേതൃത്വമാണ്. സമാനമായൊരു സാഹചര്യമാണ് ശ്രീ ജി സുധാകരൻ്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ജി സുധാകരനെ CPIM അപമാനിച്ചു, അദ്ദേഹത്തെ രാഷ്ട്രീയമായി അകറ്റി നിർത്തി. സ്വാഭാവികമായും UDF നേതൃത്വം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി പിന്തുണ നൽകുക എന്നത് ശ്രീ KC വേണുഗോപാലിനെ പോലൊരു നേതാവ് അല്ലെങ്കിൽ AICC നേതൃത്വം ചെയ്യേണ്ട കൃത്യമായ കടമയാണ്. അപ്പോൾ അതിന് വ്യക്തിപരമായ ആക്ഷേപം നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു കാര്യമില്ല. മാത്രമല്ല, ശ്രീ KC വേണുഗോപാലിനെ പോലുള്ള നേതാക്കന്മാർ ഈ തിരഞ്ഞെടുപ്പിൽ CPMനെതിരെ ഉയർത്തിയ ശക്തമായ ആരോപണങ്ങൾ, അതോടൊപ്പം ശ്രീ ജി സുധാകരൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ ആരോപണങ്ങൾ, അതിനൊന്നും തന്നെ ഒരു മറുപടി പറഞ്ഞതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ തന്നെ കൃഷ്ണപിള്ള സ്മാരകവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ ശ്രീ ജി സുധാകരൻ പറഞ്ഞ കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് ഒരു ചെറിയ പരാമർശമെങ്കിലും ഇപ്പോൾ സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ആ സമയത്ത് തന്നെ അതിന് കൃത്യമായ മറുപടി പറയേണ്ടതായിരുന്നു. ഒന്നും മറുപടി പറഞ്ഞില്ല. പറയാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സംശയം ഉണർത്തുന്നുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നതുകൊണ്ടാണോ അദ്ദേഹം നിശബ്ദത പാലിച്ചത് എന്നുള്ള കാര്യം സജി ചെറിയാൻ വ്യക്തമാക്കണം. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ശ്രീ സജി ചെറിയാൻ അങ്ങയുടെ അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ പ്രതികരണത്തിൽ നിന്നും കൃത്യമായും അമ്പലപ്പുഴയിലും ചെങ്ങന്നൂരിലും ഉൾപ്പെടെ CPM പരാജയ ഭീതിയിലാണ് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. പിന്നെ കടലിൽ ചാടേണ്ടി വരും എന്നൊരു പരാമർശം കണ്ടു. കടലിൽ ചാടേണ്ടി വരും എന്നത് മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ കടലിൽ ചാടേണ്ടി വരുന്നത് ആരാണെന്നുള്ള കാര്യം കേരളത്തിനറിയാം. ശ്രീ പിണറായി വിജയനും സജി ചെറിയാനുമൊക്കെ നീന്തൽ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എന്നൊരു പ്രതികരണമാണ് എനിക്ക് ഈ കാര്യത്തിൽ. പ്രത്യേകിച്ച് സാധാരണ ഈ കുളത്തിലും ചെറിയ തോട്ടിലുമൊക്കെ നീന്തുന്ന കാര്യം പോരാ, കടലിൽ ചാടുന്ന കാര്യം വരേണ്ടി വരുമ്പോൾ സ്വാഭാവികം കടൽ തിരമാലകൾ കൊത്ത് നീന്താൻ പഠിക്കേണ്ടി വരും. അങ്ങ് ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ അത്തരം ഒരു നിർദ്ദേശം കൊടുത്തതാണെങ്കിൽ അത് നന്നായിരിക്കും. സജി ചെറിയാനും അതിൽ പങ്കാളിയാകാം. അദ്ദേഹത്തിനും ഈ ഒരു മാസം 10-20 ദിവസം സമയമുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു ട്രെയിനിങ്ങിന് വിധേയനാകുന്നത് നന്നായിരിക്കും. അങ്ങയുടെ പരാമർശം അല്ലെങ്കിൽ ശ്രീ സജി ചെറിയാൻ്റെ പരാമർശം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ അങ്ങനെ ആരെങ്കിലും കടലിൽ ചാടുമെന്ന് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പരാജയമുണ്ടായാൽ കടലിൽ ചാടണമെന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷേ സജി ചെറിയാൻ കടലിൽ ചാടുന്നതിനെക്കുറിച്ച് പരാജയപ്പെടും അല്ലെങ്കിൽ പരാജയപ്പെടുന്നവർ കടലിൽ ചാടുമെന്ന പരാമർശം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നീന്തൽ അറിയില്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് എങ്കിലും ഉപയോഗിക്കേണ്ടി വരുന്നത് ശ്രീ പിണറായി വിജയനും സജി ചെറിയാനും ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം പറഞ്ഞു ശ്രീ മുഹമ്മദ് ഷിയാസ് എറണാകുളം DCCയുടെ പ്രസിഡൻ്റാണ് നിലവിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രാദേശിക ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ചിലപ്പോൾ അത്തരം ഒരു പരാമർശം നടത്തിയത്.
പക്ഷെ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് എനിക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഇത്തവണ ഉറപ്പിച്ച് പറയാൻ സാധിക്കും, കോൺഗ്രസ് ഹൈക്കമാൻഡ്, ഞാൻ മുൻ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇത്രത്തോളം ശക്തമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ടിടപെട്ട ഒരു തിരഞ്ഞെടുപ്പ് കേരളത്തിൽ എൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ ഇത്തരമൊരു തിരഞ്ഞെടുപ്പ്, ഇത്തവണ നടന്ന തിരഞ്ഞെടുപ്പ് പോലെ മറ്റൊരു തിരഞ്ഞെടുപ്പില്ല. AICC പ്രതിനിധികളാണ് നേരിട്ട് ഈ തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുക്കാനായി രംഗത്തിറങ്ങിയത്. ISC ഒബ്സർവർമാർ ദീപാദാസ് മുൻഷി, പിന്നെ KC വേണുഗോപാലിൻ്റെ ഒക്കെ നിയന്ത്രണത്തിൽ നടന്ന വലിയ ഇടപെടലാണ്. ഇപ്പോൾ കേരളത്തിലെ PCCക്കും പാർട്ടി ലീഡർഷിപ്പിനുമൊപ്പം ഏറ്റവും ശക്തമായി അതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തീരുമാനം ആത്യന്തികമായി പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ മറ്റു താല്പര്യം, എനിക്കൊക്കെ പ്രാദേശിക താല്പര്യങ്ങൾ കാണും, നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ മുഖ്യമന്ത്രി ആവണമെന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ അതൊക്കെ വ്യക്തിപരമായ പരാമർശങ്ങൾ മാത്രമാണ്. തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അത് ആരാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും അത് അംഗീകരിക്കും. അതാണ് ഇതിൻ്റെ ഒരു മുഖ്യമന്ത്രി തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന കാര്യം. അതിനു മുമ്പ് MLA-മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്ന ഒരു പ്രൊസീജിയറൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാകുമോ എന്ന് എനിക്കല്ലാതെ ഉണ്ടാകേണ്ടതാണ്. അത് നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്, മുഖ്യമന്ത്രിയെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാകും, മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. അതാണ് അതിൻ്റെ രീതി. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് മാത്രമേ നമുക്കതിനെ, അദ്ദേഹം ദുരുദ്ദേശത്തിലൊന്നും അല്ല. എനിക്ക് തോന്നുന്നു എറണാകുളം DC പ്രസിഡന്റിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആയിരിക്കും, അത് വ്യക്തിപരമാണ്. തീർച്ചയായും ഞാനങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. ഇപ്പം വ്യക്തിപരമായി നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളും കാണുമല്ലോ ഓരോ നേതാക്കന്മാരെക്കുറിച്ചും. പക്ഷേ അത് ആത്യന്തിക തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെതാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് മാത്രമാണ് അത് പറയാനുള്ള അവകാശവും അധികാരവുമുള്ളൂ. കായംകുളത്തും കേരളത്തിലും UDF വലിയ വിജയം നേടുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കായംകുളത്തെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പോൾ എനിക്ക് ബൂത്ത് തരത്തിലുള്ള കണക്കുകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല, അത് വരുന്നതേ ഉള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും പ്രവർത്തനത്തിലും വെച്ച് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം, പോളിംഗിന് ശേഷം എല്ലായിടത്തും കിട്ടുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം കായംകുളത്ത് ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും എന്നാണ് എനിക്കുള്ള തോന്നൽ. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അല്ല, അങ്ങനെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും നല്ല ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ഒരു സ്ഥലത്തും എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമെന്നാണ്. CPM-ന് പരമ്പരാഗതമായ ശക്തിയുള്ള പല പ്രദേശങ്ങൾ, പല പഞ്ചായത്തുകളും അല്ലെങ്കിൽ അവിടെയുണ്ട്, കായംകുളത്തുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്നും ഞങ്ങൾക്കൊരു തിരിച്ചടി കിട്ടും അല്ലെങ്കിൽ മോശമായൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതാത്ത രീതിയിലാണ് എല്ലാ സ്ഥലത്തും ലഭിക്കുന്ന ഫീഡ്ബാക്ക്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും നല്ല രീതിയിൽ വോട്ട് ലഭിക്കും എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയം കായംകുളത്തുണ്ടാകും. 4 നൂറ്റാണ്ടിന് ശേഷം കായംകുളം UDF പക്ഷത്തേക്കെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ധാരണ. എൻ്റെ വിശ്വാസം അതാണ്. തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ സംബന്ധിക്കുന്ന ഇപ്പോൾ സുതാര്യതയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ഇപ്പോൾ പറയേണ്ട ഒരു കാര്യങ്ങളില്ല. തെരഞ്ഞെടുപ്പ് പരമാവധി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പിന്നെ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുന്നത്, LDF-ൻ്റെ ഒരു പണക്കൊഴുപ്പ് ദൃശ്യമായിരുന്നു. LDF-ൻ്റെ NDA-യുടെയും വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലുള്ള പണച്ചെലവ് കണ്ടിരുന്നു. പലപ്പോഴും ബോർഡുകളൊക്കെ എടുത്തു മാറ്റുന്നതിൽ UDF-ൻ്റെ ചെറിയ വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവച്ചേക്കുന്ന ബോർഡൊക്കെ എടുത്തു മാറ്റാൻ കാണിക്കുന്ന ശുഷ്കാന്തി പലപ്പോഴും LDF പ്രചരണ ബോർഡുകളുടെ കാര്യത്തിൽ ഞാൻ കണ്ടില്ല. അതൊരു സത്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചെട്ടുകുളങ്ങര പഞ്ചായത്തിൽ അവിടെ റെയിൽവേ ക്രോസിന് സമീപം, അത് ഞാനൊരു പറയുന്നത് അതൊരു പത്രസമ്മേളന വിഷയമൊന്നുമല്ല, അത്രയും എടുത്തു പറയേണ്ട കാര്യങ്ങളുമില്ല. അവിടെ ഒരു 100 മീറ്റർ പരിധിക്കുള്ളിൽ പോലും വരാത്ത കൂറ്റൻ ബോർഡ് UDF പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയപ്പോൾ ഒരു തുണിയിട്ട് മറച്ചു. 5 മിനിറ്റ് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും അതേപടി നിൽക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ട പ്രവർത്തകർ, അവിടുത്തെ UDF-ൻ്റെ പ്രവർത്തകർ പറഞ്ഞു, നമ്മുടെ ഒരു ചെറിയ ബോർഡ് വന്നു കഴിഞ്ഞാൽ അപ്പോഴും വന്ന് കരികോലടിക്കുക, കീറിക്കളയുക, ഇതൊരു വലിയ
ബോർഡ് വന്നിട്ട് അതിന്മേൽ യാതൊരു തടസ്സവും ജസ്റ്റ് വന്ന് ഒരു ഇത് കാണിച്ച് പ്രഹസനം കാണിച്ച് തിരിച്ചുപോയി. ആ ബോർഡ് 100 മീറ്ററിനുള്ളിൽ പോളിംഗ് സ്റ്റേഷന് തൊട്ട് മുമ്പ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും അത്ര സ്ട്രെയിറ്റ് അല്ലാത്ത സമീപനങ്ങൾ ഞങ്ങൾക്ക് തോന്നി. അതൊരു മുൻകാലങ്ങളിലും ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു പ്രതിനിധികൾ എന്ന നിലയിലായിരിക്കാം ആ സൗമനസ്യം കാണിച്ചതെന്ന് തോന്നുന്നു. ഈ കാര്യങ്ങളൊക്കെ ബിജെപിയുടെ പ്രവർത്തനം അത്ര മുമ്പത്തെ അത്രയും വന്നിട്ടില്ല. ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡീലോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പൊതുവെ ഒരു മന്ദഗതി പ്രകടമായിരുന്നു. ഞങ്ങൾക്കാരും വേണ്ടി ഡീലൊന്നുമില്ല. ഞങ്ങൾക്ക് അത്തരത്തിൽ ഡീലുകളൊന്നും തന്നെ അല്ല. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഡീലിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൃത്യമായ തെളിവുകളൊന്നും കയ്യില്ലല്ലോ. പിന്നെ വോട്ടിംഗ് പെർസെൻറ്റേജും വോട്ടിൻ്റെ കണക്കുമൊക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പോളിംഗ് കഴിഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ ഒരു ഡീലൊക്കെ ആരോപിക്കുന്നതിനകത്ത് അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ബൂത്ത് തിരിച്ചുള്ള കണക്കും ഓരോ സ്ഥലത്തുമുള്ള നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പാർട്ടി ബൂത്ത് കമ്മിറ്റികളുടെ റിപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുമായിട്ട് എന്തായാലും ഡീലൊന്നും തന്നെ ഇല്ല. ഇന്നലെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, കായംകുളം നിയോജക മണ്ഡലത്തിൽ LDF അക്രമം അഴിച്ചു കൊടുത്തു എന്നുള്ളത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. 107 നമ്പർ ബൂത്തിൽ ഞങ്ങളുടെ ബൂത്ത് പോളിംഗ് ഏജൻ്റായിരിക്കുന്ന പിന്നെ ഷമീർ, അദ്ദേഹം പോളിംഗ് ഏജൻ്റായിട്ട് അവിടെ ഇരിക്കുമ്പോൾ 6 മണി കഴിഞ്ഞ് ഒരു വോട്ടറെ കൊണ്ടുവന്ന് അകത്ത് വോട്ട് ചെയ്യിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ എതിർത്തു. നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, പിന്നെ 6 മണിക്ക് മുമ്പ് 5:59 ആണെങ്കിലും നമുക്ക് വോട്ട് ചെയ്യുന്നതിന് തടസ്സമില്ല. പക്ഷെ 6:01 വോട്ട് ചെയ്യിക്കാൻ പറ്റില്ല. 6:01 വോട്ട് ചെയ്യിക്കാൻ പറ്റില്ലെന്ന് പറയാൻ കാരണം, ഈ പോളിംഗ് സമയം നീട്ടിയെങ്കിൽ മാത്രമേ 6 മണി കഴിഞ്ഞ് വരുന്നൊരു വോട്ടറെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. പോളിംഗ് സമയം നീട്ടാൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അധികാരമില്ല, പിന്നെ റിട്ടേണിംഗ് ഓഫീസർക്കും അധികാരമില്ല. ഇലക്ഷൻ കമ്മീഷന് മാത്രമാണ് പോളിംഗ് സമയം വർദ്ധിപ്പിക്കാനുള്ള അവകാശം. ഇത് ഞങ്ങളുടെ പോളിംഗ് ഏജൻറ്റ് പറഞ്ഞതിൻ്റെ പിന്നാലെ അയാളെ ഇതിൻ്റെ പോളിംഗ് സ്റ്റേഷനകത്ത് കയറി 3-4 പേര് ചേർന്ന് വളരെ ക്രൂരമായി മർദ്ദിച്ചു. പോളിംഗ് സ്റ്റേഷനുള്ളിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ കായംകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ പ്രിസൈഡിംഗ് ഓഫീസറെ വിളിച്ചു. പ്രിസൈഡിംഗ് ഓഫീസറെ റിട്ടേണിംഗ് ഓഫീസറെ ഞാൻ വിളിച്ചു. ഞാൻ റിട്ടേണിംഗ് ഓഫീസറോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. അവിടുത്തെ CCTV പരിശോധിച്ചതിന് ശേഷം CCTVയിലെ ടൈമിംഗ് നോക്കുക. 6 മണിക്ക് മുൻപാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല, ആ വോട്ടറെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കണം, അതാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെ 6 മണിക്ക് ശേഷമാണെങ്കിൽ, അവരവിടെ പ്രമേസിൽ പ്രവേശിച്ച 6 മണിക്ക് ശേഷമാണെങ്കിൽ അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കരുത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച പിന്നെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CPMൻ്റെ അവിടുത്തെ നേതാക്കന്മാരും അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അവിടെ വന്ന് നിന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്കും വരെ സമ്മർദ്ദം ചെലുത്തി അവരെ കൊണ്ട് ആ വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ്. ഞാൻ അപ്പോൾ തന്നെ ആ വിഷയത്തിൽ പരാതി നൽകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചീഫ് ഇലക്ഷൻ ഏജൻറ്റോടും പോളിംഗ് ഏജൻറ്റോടും പരാതി നൽകാൻ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്, തീരുമാനം പ്രിസൈഡിംഗ് ഓഫീസർ എടുക്കുന്നതിന് മുമ്പ് സമയം പരിശോധിക്കണം. 6 മണിക്ക് മുൻപാണെങ്കിൽ ചെയ്യിക്കാൻ അധികാരമില്ല അദ്ദേഹത്തിന്. പക്ഷേ അത് അവിടെ നടന്നിട്ടില്ല. അത് ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങി ആ വോട്ട് ചെയ്യിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളത് പരാതി നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം, ഒരു പോളിംഗ് ഏജൻറ്റിനെ പോളിംഗ് സ്റ്റേഷനകത്ത് കയറി മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യ ക്രമത്തോട് ചെയ്യുന്ന വലിയ കുറ്റകൃത്യമാണ്. എന്ത് നടപടി ഇലക്ഷൻ കമ്മീഷൻ എടുത്തു എന്നുള്ള കാര്യം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞാനതിൻ്റെ CCTV വിഷ്വൽസ് ഉൾപ്പെടെ ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോളിംഗ് ഏജൻറ്റിനെ പോളിംഗ് പ്രിമേസിനകത്ത് കയറി പുറത്തുനിന്നുള്ള ഗുണ്ടകൾ മർദ്ദിക്കുമ്പോൾ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ നിശബ്ദമായിരുന്നാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസർ ഇലക്ഷൻ കമ്മീഷനും ആ കാര്യത്തിൽ നിശബ്ദത പാലിക്കാനും ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറയ്ക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായി ഞങ്ങൾക്ക് ആ വിഷയത്തിൽ നേരിടേണ്ടി വരും. നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ അതുപോലെ തന്നെ മറ്റൊരു പ്രവർത്തകൻ മർദ്ദനമേറ്റു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഓട്ടോറിക്ഷ മുമ്പ് അപകടത്തിൽപ്പെട്ട് ശരീരത്തെല്ലാം ഒടിഞ്ഞു തകർന്ന് കമ്പി ഇട്ടിരിക്കുന്നൊരു മനുഷ്യനാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ ആളാണ്. അയാളെ ഇടിച്ച് താഴെ ഇട്ട് അദ്ദേഹത്തിൻ്റെ തല വന്ന് ടാർ റോഡിലിടിച്ച് പരിക്കേറ്റു. കായംകുളം താലൂക്ക് ആശുപത്രി ചെന്നു. താലൂക്ക് ആശുപത്രി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സ്ഥിരം രീതിയാണ്, അദ്ദേഹത്തിൻ്റെ പരിക്കൊക്കെ എടുത്തിട്ട് പറഞ്ഞു, പുറത്ത് പോയി CT സ്കാൻ എടുത്ത്, ഇല്ലെങ്കിൽ പൊക്കൂ. ഞാൻ ഇതറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ
ആ പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ പേരും സമീർ എന്നാണ്. അദ്ദേഹം അവിടെ വീട്ടിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും അടുത്തിരിപ്പുണ്ട്. ആ മനുഷ്യൻ്റെ തലയ്ക്ക് പെരുപ്പും പ്രശ്നങ്ങളും നടക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു. ഇങ്ങനെ താലൂക്ക് ആശുപത്രിയിൽ പോയി, വേറെ മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല, CT സ്കാൻ എടുക്കാൻ പറഞ്ഞു, അതിന് പൊക്കോളാൻ പറഞ്ഞു, ഞങ്ങളുടെ ഈ പണമില്ല പറയുകയാണ്. ഞാൻ കായംകുളത്ത് സൂപ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ട്, നിങ്ങൾ ഒരു മനുഷ്യന് മർദ്ദനമേറ്റ ഹെഡ് ഇഞ്ചുറി ഉണ്ട് എന്ന് സംശയിക്കുന്ന ഒരാളോട് ഇങ്ങനെയാണോ നിങ്ങളുടെ സമീപനം എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഹെഡ് ഇഞ്ചുറി ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അടിയന്തരമായി ചെയ്യേണ്ടതെന്നാണ്. കായംകുളത്ത് ആശുപത്രി അതിനുള്ള സൗകര്യമില്ലെങ്കിൽ ആംബുലൻസ് ഉൾപ്പെടെ ഏർപ്പെടുത്തി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കണം. എന്നിട്ട് CT സ്കാൻ എടുക്കണം, ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനം 2 വിഷയം അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. ഒന്ന്, ഏകപക്ഷീയമായി CPM-ൻ്റെ ഒരു പക്ഷം, ഞാൻ CPM എന്ന് പറയുമ്പോൾ നല്ല ആ നിയോജകമണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം സ്ഥലത്ത് ഒരു സംഘർഷം ഉണ്ടായില്ല, ബഹുഭൂരിപക്ഷം സ്ഥലത്ത് ഒരു സംഘർഷം ഉണ്ടായില്ല. എന്നാൽ ചില ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇത്തരം ക്രിമിനലുകൾ, CPM-നകത്ത് കടന്നു കയറിയിരിക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുകൾ ഇത്തരത്തിൽ രാജാവിനെയൊക്കെ വലിയ രാജഭക്തി കാണിക്കുന്നവരായി അവിടെ പെരുമാറുന്നുണ്ട്. അവർക്ക് പലതും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. രാജാവിനെയൊക്കെ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്നത് കാണിച്ചു. എന്നാൽ എത്രയോ മര്യാദയുള്ള CPM പ്രവർത്തകരെ ഞാൻ കണ്ടു. 225 ബൂത്തുകൾ ആ കായംകുളം നിയോജകമണ്ഡലത്തിലുണ്ട്. ആ 225 ബൂത്തുകളിൽ ചുരുക്കം ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ ഒരു സംഘർഷ സ്വഭാവം കാണിച്ചത്, വളരെ ആക്രമിച്ചു. അപ്പോൾ ആ മനുഷ്യൻ്റെ തലയ്ക്ക് പ്രശ്നം, അതിൻ്റെ ശരീരത്തിട്ടിരുന്ന കമ്പി ഇളകി അതിൽ വലിയ ബോഡി പെയിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം ഇപ്പോൾ എനിക്ക് കിട്ടുന്ന പത്തിയൂരിലും ഇതുപോലെ ഒരു ആൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു അക്രമം അഴിച്ചുവിടുന്നത് എന്താണെങ്കിലും അതിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. CPM നേതൃത്വമാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ നിയന്ത്രിക്കേണ്ടത്. അവരെങ്ങനെ കായംകുളത്തെ മുഴുവൻ CPM നേതൃത്വത്തെയും ഞാൻ അക്രമികളാണെന്ന് പറയുകയല്ല. വളരെ നല്ല ലീഡേഴ്സ് അവിടെയുണ്ട്. അവർ സമാധാനപരമായി തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അതിനകത്ത് ഒരു കൂട്ടം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ആ തിരഞ്ഞെടുപ്പിനെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്.